നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയുടെ ആൺ സുഹൃത്തിനെ കൃത്യമായി കെണിയൊരുക്കി കൊലപ്പെടുത്തിയിരിക്കുകയാണ് മകൻ. ശേഷം ആ മൃതദേഹം പാടത്ത് തള്ളിയിരിക്കുകയാണ്. മറ്റെങ്ങുമല്ല, ആലപ്പുഴ പുന്നപ്രയിലാണ് അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. 50 വയസ്സുകാരൻ ദിനേശനാണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തി മൃതദേഹം പാടവരമ്പത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് പ്രതി കിരണിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദമായ തെളിവുകൾ ശേഖരിച്ച് മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. കൊലപാതകം കിരണിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ട് പോലും മറച്ചുവെക്കാനായി ശ്രമിച്ചുവെന്നാണ് പോലീസും പറയുന്നത്. പുന്നപ്ര വാടയ്ക്കലിലാണ് നാടിനെ നടുക്കിയ ഒരു സംഭവമുണ്ടായത്. ഇന്നലെയാണ് പുന്നപ്ര പാടത്ത് ദിനേശനെ മരിച്ച നിലയിൽ പരിസരവാസികൾ കണ്ടെത്തിയത്. രാവിലെ മുതൽ തന്നെ ഇയാൾ പാടത്ത് കിടക്കുന്നതായി പലരും കണ്ടിരുന്നു. സ്ഥിര മദ്യപാനി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുന്നതായിരിക്കുമെന്നാണ് ആദ്യം നാട്ടുകാർ വിചാരിച്ചത്. പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും ഉച്ച പിന്നിട്ടിട്ട് പോലും കൊടും പൊരി വെയിലത്ത് പോലും അയാൾ അവിടെ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തി. പിന്നാലെ ഇയാൾ മരണപ്പെട്ടതായി കണ്ടെത്തി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള വിവരം പുറത്തു വന്നത്. ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരം, ഷോക്കേറ്റാണ് മരണം സംഭവിച്ചത് എന്ന് പോലീസിന് മനസ്സിലായിരുന്നു. എന്നാൽ പാടവരമ്പത്ത് ഷോക്കേൽക്കാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ലായിരുന്നു. തുടർന്ന് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഈ കൊലപാതക വിവരം പുറത്തു വന്നത്. പോലീസ് അന്വേഷണത്തിലൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന കിരണിൻ്റെ വീട്ടിലേക്ക് അന്വേഷണം പോയി. കിരണിൻ്റെ അമ്മയുടെ സുഹൃത്താണ് ഈ ദിനേശൻ. കഴിഞ്ഞ ദിവസം രാത്രി ദിനേശൻ വീട്ടിലെത്തിയപ്പോൾ കിരൺ ഷോക്കടിപ്പിച്ച് ഇയാളെ കൊലപ്പെടുത്തി. വീട്ടിലെ ഇലക്ട്രിക് വയർ ഉപയോഗിച്ചായിരുന്നു ഷോക്കടിപ്പിച്ചത്. മുറ്റത്തേക്ക് എടുത്തു മാറ്റി മൃതദേഹത്തിൽ മറ്റൊരു ഇലക്ട്രിക് കമ്പി കൂടി കൊണ്ട് ഷോക്കടിപ്പിച്ചുവെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് ഇപ്പോൾ പ്രതിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദമായ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പോലീസും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.